ഹായ് എവ്രി വൺ. ഇന്ന് ചിലപ്പോൾ നമുക്ക് പ്രവാസികൾക്ക് കുറച്ചൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അത് പ്രവാസികളെന്ന് മാത്രമല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം എയർപോർട്ട് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടുള്ളൊരു കുഞ്ഞ് ക്ലാസ്സാണ് നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ ക്ലാസ്സുകൾ ഇനിയും നിങ്ങൾക്ക് കാണണമെങ്കിൽ ഡൗൺലോഡ് എൻട്രി ആപ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. എയർപോർട്ട് കമ്മ്യൂണിക്കേഷൻ, അതായത് എയർപോർട്ടിൽ ചെന്നുകൊണ്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നുണ്ടാവുന്നത് എന്നും എന്തൊക്കെയാണ് നമ്മൾ പറയുന്നുണ്ടാകുന്നത് എന്നുമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതായത് ചിലപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കേട്ടാൽ മനസ്സിലാവില്ല. അതുപോലെ തന്നെ അവരെന്തെങ്കിലും ഇംഗ്ലീഷിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയാനും ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളെന്താണ് ഭയങ്കരമായിട്ട് ഭയന്നു പോകുന്നൊരവസ്ഥ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇനി അങ്ങനത്തെ പേടി വേണ്ട. ചെറുതായിട്ട് ബേസിക്കായിട്ട് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കുഞ്ഞു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ക്വസ്റ്റ്യൻസ്. വെർ ഇസ് എ ചെക്ക് ഇൻ കൗണ്ടർ ഫോർ ഏത് എയർലൈൻസ് ആണോ അത്. ഓക്കെ, വെർ ഇസ് എ ചെക്ക് ഇൻ കൗണ്ടർ എന്ന് ചോദിക്കാം. ഈസ് മൈ ഫ്ലൈറ്റ് ഓൺ ടൈം, ഫ്ലൈറ്റ് കറക്റ്റ് സമയത്ത് തന്നെ ആണോ. ഹൗ ലോങ് ഈസ് മൈ ഫ്ലൈറ്റ് ഡിലേഡ്, എത്ര സമയം ഫ്ലൈറ്റ് ഡിലേ ആകും. ഓക്കെ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അതല്ലാണ്ട് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ്, എയർപോർട്ടിൽ എന്ന് മാത്രമല്ല എവിടെ പോയാലും ആവശ്യം വരുന്നതാണ് ബാത്റൂം എവിടെയെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് എവിടെയെന്ന് ചോദിക്കുക, വാഷ്റൂം എവിടെയെന്ന് ചോദിക്കുക. അങ്ങനെ പല പല ആവശ്യങ്ങളും നമുക്ക് ഉണ്ടാവും അല്ലേ, എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് വെർ ഈസ് ദി ബാത്റൂം, വെർ ഈസ് ദി റെസ്റ്റോറൻറ്റ്, വെർ ഈസ് ദി ഇൻ്റർനെറ്റ് ലോഞ്ച് എന്നെല്ലാം നമുക്ക് എന്ത് പ്ലേസ് ആണോ നമുക്ക് ആവശ്യമുള്ളത് അത് ചേർത്ത് വേർ കൂട്ടിച്ചേർത്തങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ആ സ്ഥലം, എവിടെയാണ് ഇത്, എവിടെയാണത്, എങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വേർ ഈസ് ചേർത്തുകൊണ്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ക്യാൻ ഐ ഗെറ്റ് എ വിൻഡോ സീറ്റ്, എനിക്കൊരു വിൻഡോ സീറ്റ് കിട്ടുമോ എന്നെല്ലാം ചോദിക്കുക. അതായത് എനിക്കൊരു വിൻഡോ സീറ്റ് കിട്ടാൻ കഴിയുമോ എന്നെല്ലാം ചോദിക്കില്ല. എനിക്കൊരു വിൻഡോ സീറ്റ് കിട്ടുമോ എന്നെല്ലാം ചോദിക്കില്ല. അതിന് വേണ്ടിയിട്ട് ക്യാൻ ഐ ഗെറ്റ് എ വിൻഡോ സീറ്റ് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ വെർ ക്യാൻ ഐ ഫൈൻഡ് എ ടാക്സി, എവിടെയാണ് എനിക്കൊരു ടാക്സി പിടിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ടാക്സി കിട്ടുക എന്ന് ചോദിക്കില്ലേ. അതിന് വേണ്ടിയിട്ട് വെർ ക്യാൻ ഐ ഫൈൻഡ് എ ടാക്സി എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ബസ് ആണെങ്കിൽ വെർ ക്യാൻ ഐ ഫൈൻഡ് എ ബസ് എന്ന് ചോദിക്കാം. ഇനി അടുത്തത് എവിടെ നിന്നാണ് ഞാൻ ലഗേജ് കളക്ട് ചെയ്യേണ്ടത് എന്ന് ചോദിക്കണമെങ്കിൽ വെർ ഈസ് എ ലഗേജ് ക്ലെയിം എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വെർ ക്യാൻ ഐ കളക്ട് മൈ ലഗേജ്, എവിടെ നിന്നാണ് ഞാൻ ലഗേജ് കളക്ട് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാം. വെർ ഈസ് എ ഡിപ്പാർച്ചർ ഗേറ്റ്, എവിടെയാണ് ഡിപ്പാർച്ചർ ഗേറ്റ്. ഡിപ്പാർച്ചർ ഗേറ്റ് അറിയില്ലെങ്കിൽ വെർ ഈസ് എ ഡിപ്പാർച്ചർ ഗേറ്റ് എന്ന് ചോദിക്കാം. ഈസ് മൈ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഓൺ ടൈം, അതായത് കണക്റ്റിംഗ് ഫ്ലൈറ്റിലാണ് പോകുന്നതെങ്കിൽ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഓൺ ടൈമിൽ തന്നെയാണോ എന്ന് ചോദിക്കണമെങ്കിലോ ഈസ് മൈ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഓൺ ടൈം എന്ന് ചോദിക്കാം. ഓക്കെ, ഇത്രയൊക്കെയാണ് ഏകദേശം. അതായത് അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ഏകദേശം ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അത് വേർ ചേർത്തിട്ട് എവിടെയാണ്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ വേർ ചേർത്ത് ചോദിക്കാം. എന്തെങ്കിലുമൊക്കെ വേണമെന്നാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിക്വസ്റ്റ് ആണെങ്കിൽ ക്യാൻ ചേർത്ത് കുഡ് യു പ്ലീസ് ഒക്കെ ചേർത്ത് ചോദിക്കാം. ഇത്രയൊക്കെയാണ് നമുക്ക് എയർപോർട്ടിൽ അത്യാവശ്യം അറിയേണ്ട, ഒരുപാടല്ല ഞാൻ പറയുന്നത്, അത്യാവശ്യം ഒന്ന് പിടിച്ചു നിൽക്കാൻ അറിയേണ്ട കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഇനി അടുത്തത് അവർ എന്തെങ്കിലും നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ അവർ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മേ ഐ സീ യുവർ ടിക്കറ്റ്, അതായത് ടിക്കറ്റ് നോക്കട്ടെ ഒന്ന് പറയില്ലേ. അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് പ്ലീസ് എന്നെല്ലാം അർത്ഥം വരില്ലേ. അതിന് വേണ്ടിയിട്ട് മേ ഐ സീ യുവർ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ. വാട്ട്സ് യുവർ പർപ്പസ് ഫോർ ട്രാവലിംഗ്, അതായത് പിന്നെ അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. അതായത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വെറുതെ ഉള്ള വിസിറ്റിന് വേണ്ടിയിട്ടാണോ, അങ്ങനെ എന്ത് വിസിറ്റാണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ വാട്ട്സ് യുവർ പർപ്പസ് ഫോർ ട്രാവലിംഗ് എന്ന് ചോദിക്കാം. ഇനി അടുത്തത് ഡു യു ഹാവ് എ ഫോട്ടോ ഐ ഡി, അതായത് നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഐ ഡി ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഡ്രൈവേഴ്സ് ലൈസൻസോ പാസ്പോർട്ടോ എന്തെങ്കിലും ഫോട്ടോ ഐ ഡി ആണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡു യു ഹാവ് എ ഫോട്ടോ ഐ ഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഐ ഡി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് ഹൗ മെനി ബാഗ്സ് ആർ യു ചെക്കിങ്, എത്ര ബാഗ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ഡു യു ഹാവ് എ ക്യാരി ഓൺ ബാഗ്, നിങ്ങളുടെ കയ്യിൽ ക്യാരി ഓൺ ബാഗ് എന്തെങ്കിലും ഉണ്ടോ. ക്യാരി ഓൺ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒപ്പം കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ബാഗ്. ഇപ്പോൾ നമുക്ക് വലിയ ബാഗ്സ് ഒക്കെ നമ്മളുടെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഫ്ലൈറ്റിൽ. അപ്പോൾ നമ്മളുടെ കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്ന, അതായത് പേഴ്സോ അല്ലെങ്കിൽ സ്മോൾ സ്യൂട്ട് കേസോ ചെറിയ ലാപ്ടോപ്പ് ബാഗോ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ എന്ന് ചോദിക്കുന്നതാണ് ഡു യു ഹാവ് എ ക്യാരി ഓൺ ബാഗ് എന്ന് ചോദിക്കുന്നത് കേട്ടോ.
അതുപോലെ തന്നെ ഡു യു റിക്വയർ എനി സ്പെഷ്യൽ അസിസ്റ്റൻസ്. സ്പെഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വീൽ ചെയറോ അല്ലെങ്കിൽ ഹെൽപ്പ് ക്യാരിങ് യു എന്തെങ്കിലും, അതായത് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇപ്പോൾ വീൽ ചെയറൊക്കെ വേണ്ട വരും ചിലവർക്ക്, അങ്ങനെയുള്ള എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നതാണ് സ്പെഷ്യൽ അസിസ്റ്റൻസ് എന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡു യു റിക്വയർ എനി സ്പെഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയാം. ഇനി ഡിഡ് യു പാക്ക് ദീസ് ബാഗ്സ് യുവർ സെൽഫ്, അതായത് ഈ പാക്കെല്ലാം നിങ്ങൾ തന്നെയാണോ, ഈ ബാഗ്സ് എല്ലാം നിങ്ങൾ തന്നെയാണോ പാക്ക് ചെയ്തത് എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് യു പാക്ക് ദീസ് ബാഗ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെയാണോ ഈ ബാഗെല്ലാം പാക്ക് ചെയ്തത് എന്ന് ചോദിക്കണമെങ്കിലോ ഡിഡ് യു പാക്ക് ദീസ് ബാഗ്സ് യുവർ സെൽഫ് എന്ന് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തത് ആർ യു ട്രാവലിംഗ് വിത്ത് എനി ലിക്വിഡ്സ്, അതായത് നിങ്ങൾ എന്തെങ്കിലും ലിക്വിഡ്സ് ക്യാരി ചെയ്യുന്നുണ്ടോ, അതായത് എന്തെങ്കിലും ഷാമ്പുവോ ഡിയോഡ്രൻറ്റോ ഡ്രിങ്ക്സോ എന്തെങ്കിലും നിങ്ങളുടെ ബാഗിലുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ആർ യു ട്രാവലിംഗ് വിത്ത് എനി ലിക്വിഡ്സ് എന്ന് ചോദിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ഈസ് ദർ എനിത്തിങ് ഫ്രജൈൽ ഇൻ യുവർ ബാഗ്സ്, അതായത് നിങ്ങളുടെ ബാഗ്സിൽ ഫ്രജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടുന്നതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നെങ്കിൽ, ഇപ്പോൾ പൊട്ടുന്നതായിട്ടുള്ള ഗ്ലാസ് മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ മെഡിസിൻസ് എന്തെങ്കിലും. അപ്പോൾ ഈസ് ദർ എനിത്തിങ് ഫ്രജൈൽ ഇൻ യുവർ ബാഗ്സിൽ എന്തെങ്കിലും പൊട്ടുന്നതായിട്ടുണ്ടോ, ഇതെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവില്ല കേട്ടോ. ചിലപ്പോൾ ബേസിക് ലേണേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ഫ്രജൈൽ എന്നെല്ലാം കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അടുത്തത് വാട്ട് ഈസ് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ, എവിടെയാണ് നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. പിന്നെ ഡു യു ഹാവ് എനി സ്പെഷ്യൽ ഈറ്റിംഗ് റിക്വയർമെൻറ്റ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഈറ്റിംഗ് റിക്വയർമെൻറ്റ്സ് എന്തെങ്കിലും വേണോ, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്നെല്ലാം ചോദിക്കുന്നതാണ്. ഇനി അടുത്തത് എന്താണ്, ഈ ചെക്ക് ഇൻ കൗണ്ടറിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ ട്രാവലിങ്ങിൻ്റെ സമയത്ത് പോകാൻ നിൽക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ചിലപ്പോൾ ID പ്രൂഫ് ശരിയാവുന്നുണ്ടാവില്ല, ഫ്ലൈറ്റ് ഡിലേ ആവുന്നുണ്ടാവും, കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഡിലേ ആവുന്നുണ്ടാവും, ചിലപ്പോൾ ബാഗ് ലാർജ് ആയിരിക്കും, വലുതായിരിക്കും, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ചെക്ക് ഇൻ കൗണ്ടറിൽ. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ അവർ പറയുമ്പോൾ ഒന്നും അറിയാത്ത പോലെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ടെൻഷനും പോകുന്നതിൻ്റെ ടെൻഷനും ഇതിൻ്റെ ടെൻഷനും കൂടി എല്ലാം കഴിയുമ്പോൾ ഭയങ്കര നെർവസ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ആ ചോദിക്കുന്ന ആ പറയുന്ന പ്രോബ്ലംസ് എന്ന് നോക്കാം. യുവർ ലഗേജ് ഈസ് ടു ഹെവി, നിങ്ങളുടെ ലഗേജ് ഭയങ്കര ഹെവിയാണ് കേട്ടോ. യുവർ ബാഗ് ഈസ് ടു ലാർജ്, നിങ്ങളുടെ ബാഗ് ഭയങ്കര ലാർജാണ്. യുവർ ക്യാരി ഓൺ ബാഗ് ഈസ് ടു ലാർജ്, നിങ്ങൾ ക്യാരി ഓൺ ബാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോകുന്ന പേഴ്സോ ലാപ്ടോപ്പ് ബാഗോ അല്ലെങ്കിൽ ചെറിയ സ്യൂട്ട് കേസോ അങ്ങനെയുള്ള ക്യാരി ഓൺ ബാഗ് വളരെ വലുതാണോ എന്ന് പറയാം. യുവർ ഫ്ലൈറ്റ് ഈസ് ഡിലേഡ്, നിങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആണ് കേട്ടോ, ഇറ്റ് ഈസ് ലേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. യുവർ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഈസ് ഡിലേഡ്, നിങ്ങളുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റും ഡിലേ ആണ്. യുവർ പാസ്പോർട്ട് ഹാസ് എക്സ്പയർഡ്, പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതായത് നിങ്ങൾക്ക് പുതിയ ന്യൂ പാസ്പോർട്ട് വേണം എന്നർത്ഥം. യുവർ ID ഹാസ് എക്സ്പയർഡ്, നിങ്ങളുടെ IDയും എന്താണ്, എക്സ്പയർഡ് ആണ്. യുവർ ഫ്ലൈറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്, നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടോ എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ പുതിയ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം എന്നെല്ലാം അർത്ഥം വരുന്നത്. യുവർ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഈസ് ക്യാൻസൽഡ്, നിങ്ങളുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണ് കേട്ടോ. യുവർ ടിക്കറ്റ് ഹാസ് എക്സ്പയർഡ്, നിങ്ങളുടെ ടിക്കറ്റ് എക്സ്പയർഡ് ആണ്. ഓക്കെ, ഇതെല്ലാമാണ് ചെക്ക് ഇൻ കൗണ്ടറിൽ വരുന്ന നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതായിട്ടുള്ള പ്രോബ്ലംസ്. എയർപോർട്ടിൽ നമ്മൾ നേരിടുന്ന പ്രോബ്ലംസും എയർപോർട്ടിൽ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും എയർപോർട്ടിൽ നമ്മൾക്ക് പറയേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഏകദേശമൊക്കെ ഇത്രയാണ് കേട്ടോ. ഇത് കംപ്ലീറ്റഡ് അല്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലാംഗ്വേജ് ഒരിക്കലും നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഏകദേശം ഒരു പോക്കറ്റ് ഡിക്ഷണറി പോലെ നിങ്ങൾക്ക് കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകൾ, കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തന്നത് കേട്ടോ.